ഹലോ, ഇന്നും മദ്യപാനിൻ്റെ തന്നെ മദ്യപാനാണ് ദുശ്ശീലം. മദ്യപാനത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ലഹരിമുക്ത കേരളം എന്നാണ് പറയുന്നത്. എവിടെ ലഹരിമുക്ത? പാൻപ്രാക്ക് മാരകമായ വിഷമാണ്, അതിവിടെ നിരോധിച്ചാണ്. എന്നാലോ എല്ലാ ഭായിമാരും ഉപയോഗിക്കുന്നുണ്ട്, മലയാളി ഉപയോഗിക്കുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് വരുന്നത്? 10 രൂപേൻ്റെ സാധനം 7 രൂപയ്ക്ക് വിൽക്കുന്നത്. ഭയങ്കര ലാഭമല്ലേ? 10 രൂപേൻ്റെ സാധനം പാൻട്രാക്ക് വെച്ച്, മുറുക്കാൻ ചവച്ച്, വീടി വലിച്ച്, കേട്ടോ, പല്ലിൻ്റെ കോലം തന്നെ മാറിപ്പോവും. നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ ആരത് സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളിത് സംസാരിക്കാൻ തന്നെ ഒരു മടിയായിരിക്കും. കാരണം എന്താണ്? ഈ പല്ലിൻ്റെ വൃത്തികേട് കാണുമ്പോൾ അവർക്ക് നിങ്ങളിത് സംസാരിക്കാൻ തന്നെ, നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരു നാണക്കേടാണ്. അറപ്പ് എന്ന് പറയും. കഴിയുന്നത് നിങ്ങൾ പല്ലുകൾ 10-700 കൊടുത്തിട്ട് പല്ല് ക്ലീൻ ചെയ്യുക. കാരണം നിങ്ങളെ മക്കൾക്ക് തന്നെ നിങ്ങൾക്ക് അറപ്പാണ്. പക്ഷെ പറയൂല. സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യമാർക്ക് വരെ അറപ്പാണത്. പറയൂല, കിടന്നേ പറ്റുള്ളൂ. കട്ടൻ വീടി വലിച്ചിട്ട് നിങ്ങൾ ഭാര്യേൻ്റെ അടുത്ത് പോയി കിടക്കും. വാ പോലൊന്ന് കഴുകൂല, മദ്യപിക്കും. എൻ്റെ ഒരു കൊച്ചു കേരളത്തിലൊരു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പുള്ളി ഇച്ചിരി മദ്യപാനിയാണ്. പുള്ളി മഹൽ എന്ന് പറഞ്ഞ ഒരു മെഹൽ എന്ന് പറഞ്ഞൊരു മദ്യമുണ്ട്, അത് വൈറ്റ് റമ്മ. അത് പിച്ചിപ്പൂവിൻ്റെ സ്മെല്ലാണ്. അത് കുടിച്ചും കൊണ്ട് പുള്ളി ഡെയിലി ഭാര്യൻ്റെ അടുത്ത് പോകുമായിരുന്നു കിടക്കാൻ. നല്ല സ്മെല്ല്, അത്രയൊക്കെ അടിക്കും. അങ്ങനെ 2 വർഷം കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എന്താ പറഞ്ഞു, ഇനി മദ്യപാനം നിർത്തുകയെന്ന് പറഞ്ഞു. നിർത്തിയിട്ട് 2 ദിവസം മദ്യപിച്ചില്ല. ലാസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞെന്ന് പറയട്ടെ, ഇപ്പം എന്താ സ്മെല്ലില്ലാത്ത? അതൊരു മരുന്നാണ്, ഞാൻ ഇപ്പം നിർത്തി, അത് കുടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ മുസ്ലിം സഹോദരൻ്റെ ഭാര്യേൻ്റെ കയ്യിൽ നിന്ന് അവൾ കാശ് കൊടുത്തിട്ട് നാളത്തോട്ട് അത് കുടിച്ചോണ്ട് വരണം കേട്ടോ, എന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. ഈ മദ്യത്തിൻ്റെ സ്മെല്ലില്ലെങ്കിൽ അവൾക്ക് ഉറക്കമില്ല. പാവം അറിയുന്നുണ്ടോ? പിച്ചിപ്പൂവിൻ്റെ സ്മെല്ലല്ലേ. വൈറ്റ് കടുംപട്ടല്ല, വൈറ്റ് റമ്മ്. അത് വീട്ടിൽ കൊണ്ട് ചെന്നാലും കുടിക്കാം, കാരണം ഗ്ലാസ് ഒഴിച്ച് കുടിക്കുമ്പോൾ അറിയില്ല. വൈറ്റ് റമ്മല്ലേ. അപ്പം നിങ്ങൾ ഈ മദ്യപാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ കിടക്കുന്ന പെണ്ണും പിള്ളയ്ക്ക് വരെ ഈ സ്മെല്ലില്ലെങ്കിൽ പറ്റൂല. അതുപോലെ വാകൾ വൃത്തിയാക്കി വെക്കണം. നിങ്ങളെ ഭാര്യമാരെ കൂടെ മക്കളത്തെ സാധാരണ പറയുമ്പോൾ ഈ പിന്നെ കട്ടൻ പീടി വലിച്ചിട്ട് നിങ്ങൾ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കല്ലേ. നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നെ കാർത്തുപ്പല. മദ്യപാനം ഡേഞ്ചറാണ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. അതിനിടയ്ക്ക് ഈ കട്ടൻ പീടിയും വലിക്കും, സിഗരറ്റ് വലിക്കും. ഞാനൊരു കാര്യം പറട്ടെ, ഞാൻ പിന്നെ വീടിയും സിഗരറ്റൊക്കെ വലിച്ച് നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ മക്കളൊന്നും മിണ്ടൂല. അലർജിയാണ്, അവർക്ക് തുമ്മലാണ്. വീടി സിഗരറ്റ് ഒഴിവാക്കുക. കാരണം അവർ നമ്മളെ ശ്വാസകോശത്തിനകത്താണ് ഈ പുക ചെല്ലുന്നത്. അത് അടിഞ്ഞു കൂടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശ്വാസം മുട്ടലാണ്, ഭയങ്കര ശ്വാസം മുട്ടൽ വരും. സിഗരറ്റും പേടിയും. പാൻപ്രാക്ക് വയ്ക്കുന്നുണ്ട്, ഇവിടെ വെക്കുന്നുണ്ട്, ഇവിടെ കയറ്റി വെക്കുന്നുണ്ട്.
അവരുടെ ആ ഇവിടെയൊക്കെ നോക്കണം, അറയ്ക്കും, അവരെ കണ്ട അറയ്ക്കല, കാർക്കിച്ച് തുപ്പാൻ തോന്നും. അവരെ കണ്ട അറയ്ക്കല ഈ പാൻപ്രാക്കൊക്കെ വെച്ചിട്ട് പല്ലൊക്കെ കറുത്തിട്ടും യൂറോപ്യൻ ക്ലോസറ്റ് പോലെ ഉണ്ടാവും. കഴിയുന്നത് നിങ്ങൾ ഇത് ഉപയോഗിക്കാതിരിക്കരുത്. ആ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ പല്ലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡോക്ടർമാർക്ക് പോയിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങളത് സംസാരിക്കാൻ തന്നെ മടിയായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുക, കഴിയുന്നത് ഈ മദ്യപാനം ഒഴിവാക്കുക. ഞാൻ പറഞ്ഞില്ലേ, അംസ എന്ന് പറഞ്ഞവർ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിപ്പോൾ കുടിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ ദേഷ്യമാണ്. കാരണം ഈ സ്മെല്ലില്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതെല്ലാം മദ്യപാനത്തിൽ നിന്നാണ്. ഈ മദ്യപാനത്തിൽ നിന്നാണ് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങുന്നത്. മദ്യപിക്കുന്നവരാണ് അടുത്ത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഒരു പ്രാവശ്യം ബ്രൗൺ ഷുഗർ കിട്ടി. ആദ്യം ആ പരമാ നാറി ഫ്രീ ആയിട്ട് തന്നു, വലിച്ചു. പിറ്റേ ദിവസം പറഞ്ഞു അതിന് 2 രൂപ വേണമെന്ന് പറഞ്ഞു. ഇന്നെനിക്ക് 50 പൈസയെ ശമ്പളമുള്ളൂ, 80. അങ്ങനെ ഞാൻ 2 രൂപ കൊടുത്തു. പിന്നെ 3-ാമത്തെ ദിവസം എനിക്കിത് വലിച്ചില്ലെങ്കിൽ എനിക്ക് വായിന്ന് പത വരിക. ഡയറക്റ്റ് പോകാൻ പറഞ്ഞ 10 രൂപയെന്ന്. ഞാൻ എന്താക്കി, ഇത് നമുക്കിട്ട് ചതിയാന്ന് മനസ്സിലായി. ചതിയാണിത്. അന്നേരം തന്നെ എൻ്റെ കയ്യിൽ 25 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ട് അവിടെ അന്ന് പട്ടച്ചാരയും കിട്ടുമായിരുന്നു. പട്ടച്ചാരയും വാങ്ങിച്ച് കുടിച്ച് എനിക്ക് ഏൽക്കുന്നില്ല, പട്ടച്ചാരയും ഏൽക്കുന്നില്ല. ഈ കാരണം ബ്രൗൺ ഷുഗർ എനിക്ക് വായിന്ന് ഇങ്ങനെ പത വന്നുകൊണ്ടിരിക്കുക, സോപ്പിൻ്റെ പത പോലെ വന്നുകൊണ്ടിരിക്കുക. കഞ്ചാവ് ഇങ്ങനെ വലിച്ച് തീർത്തു. അന്ന് ഞാൻ പറഞ്ഞില്ല 10 പൈസ 20 പൈസയൊക്കെ ഒരു കൊട്ട് കിട്ടും. എൻ്റെ പൊന്നു സഹോദരൻ, ഞാൻ കള്ളം പറയുന്നില്ല, 3 ദിവസം വരെ മദ്യം കുടിച്ചുകൊണ്ട് ഞാൻ കിടന്നു. എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു ഇനി ഈ സാധനം വലിക്കരുത്. കാരണം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, പത വരുമോ വായിന്ന്. ഇത് വലിച്ചു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മൾ അഡിക്റ്റാണ്. 2 ദിവസം വലിച്ചേ ഉള്ളൂ, 3-ാമത്തെ ദിവസം വലിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര അഡിക്റ്റാണ്. അപ്പോൾ ഏതൊരു കാരണവശാലും ഈ ബ്രൗൺ ഷുഗർ വലിക്കല്ലേ, ഈ ലഹരി പദാർത്ഥങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കല്ലേ, അതൊക്കെ ഡേഞ്ചറാണ്. ജീവിതം കോഞ്ഞാട്ടയാണ്. അന്നേരത്തെ സുഖം ഇത്രേ ഉള്ളൂ. ഈ ദുനിയാവിൽ ആരും വേണ്ട, മാതാവ് വേണ്ട, പെങ്ങന്മാർ വേണ്ട, ഭാര്യന്മാർ വേണ്ട, മക്കൾ വേണ്ട, ആരും വേണ്ട. അവനവൻ്റെ ജീവിതം സമാധാനമായി. വിൽക്കുന്നവൻ കോടീശ്വരനായി. പാൻപ്രാക്ക് 10 രൂപേൻ്റെ പാൻപ്രാക്ക് 70 രൂപയ്ക്ക് വിൽക്കുന്നത്, അവൻ ലക്ഷത്തിൻ്റെ വീടാണ് വെക്കണേ. അതാണ് ഇവിടെ നിരോധിച്ചു. 70 രൂപ 80 രൂപ ഇപ്പോഴും സുലഭമായിട്ട് എല്ലാവരുടെ പോക്കറ്റിൽ തപ്പി നോക്കിയ സാധനമുണ്ട്. എല്ലാവരും വഹിക്കുന്നവരാണ്. അപ്പം കഴിയുന്നതും ഒഴിവാക്കുക. നിങ്ങളെ ഭാര്യയും മക്കളും സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.